the period of a simple pendulum. We want to consider the simple pendulum, which is fixed at a position, and let's consider this is its equilibrium position. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ സിമ്പിൾ പെൻഡുലം ഇവിടം വരെ മൂവ് ചെയ്തെന്നിരിക്കട്ടെ. ഇത്രയും ലെങ്ത് വേണ്ട, ഇത്രയും ലെങ്ത്. നൗ അതിൻ്റെ അറ്റത്ത് ഇവിടെ നമ്മളൊരു ബോബ് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഈ സിമ്പിൾ പെൻഡുലം ഇവിടുന്ന് ഇങ്ങനെ ഒരു പാത്ത് അറ്റൈൻ ചെയ്താണ് ഇങ്ങോട്ട് പോണത്. സോ ഇവിടെ ടോപ്പ് മോസ്റ്റിൽ ഇവിടെ നമ്മളുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ട്വിൻ അല്ലെങ്കിൽ നൂല് നമ്മൾ ഫിക്സ്ഡ് ചെയ്തിരിക്കുന്ന സർഫസ് ആണിത്. സോ വി ക്യാൻ ഡ്രോ ദാറ്റ് സർഫസ്. So the simple pendulum is hanged from that surface. This is the equilibrium position. When we apply an external force in this direction, it starts to move in that direction. But there is a restoring force developed within that simple pendulum. So we can consider the vertical and horizontal component. Here, in this direction, we have the tension of the string, that it is capital T. ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ വയർ ഈ ബോബിനെ വലിച്ചു പിടിക്കുമ്പം അതിന് ഒരു ടെൻഷൻ, അതിനെ കിട്ടുന്ന ടെൻഷൻ, ആ വയറിൽ അനുഭവപ്പെടുന്ന ടെൻഷനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതി. Now we can draw the vertical and horizontal component at this point. Let the weight of this bob is directly act to the downward direction. So here the weight W is equal to mass into acceleration due to gravity. That is vertically downward. So we can draw the component in this direction and in the perpendicular direction. So here, this is the component in opposite direction of the string, and this value, if this is the angle theta, then this is the, if let's consider this is the x-axis and the vertical component is the y-axis, then we can say that the x-axis component is the cos theta component, or the y-axis component is the sin theta component. Then this line, the force acting in this direction is equal to this value is mg. So again this is theta, so we can write it as mg cos theta. Then this is a perpendicular direction, so the perpendicular component in this is mg sin theta. മനസ്സിലായ കാർത്തി? ഇത്രയും ഇത് തീറ്റയാണ്. സോ വി ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ഇസ് തീറ്റ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വെക്ടറിനെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ വെക്ടർ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പൗണ്ട് ഇത് ആർ ആണെങ്കിൽ ആർ കോസ് തീറ്റ, ഇങ്ങോട്ടുള്ള കമ്പൗണ്ട് ആർ സൈൻ തീറ്റ. അപ്പം നമ്മൾ ഈ ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് കമ്പോണൻറ്റ് എം ജി കോസ് തീറ്റ ആൻഡ് ദിസ് കമ്പോണൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. താഴത്തേക്ക് കൃത്യം ആ വെക്ടറിൻ്റെ വാല്യൂ എം ജി ഓർ വെയിറ്റ് ഓഫ് ദാറ്റ് സ്ട്രിങ് ആൻഡ് ബോൾ. And this yellow line, that is the equilibrium position. വരച്ചെടുത്തേ. The force in downward direction എന്ന് പറയുന്നത് ആ സിമ്പിൾ പെൻഡുലത്തിന്റെ വെയിറ്റ് ആയിരിക്കും, that is equal to mass into acceleration due to gravity. ക്ലിയർ അല്ലേ?
Now we can say that ഇവിടെ നമുക്ക് ഇതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എല്ലാം ഇരിക്കട്ടെ, എഴുതിയില്ല. ദിസ് വെയിറ്റ്, അതായത് ദിസ് എം ജി, ദിസ് downward force is divided into two components. ഏതൊക്കെയാണ്? divided into mg cos theta plus mg sin theta. ഇത് mg ആണെങ്കിൽ ഇത് mg cos theta, mg sin theta, അങ്ങനെ രണ്ട് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യും. Then the resultant force or radial force, the radial force along the direction of the string. ഈ സ്ട്രിങ്ങിന്റെ ഡയറക്ഷൻ കേട്ടോ, ഇപ്പൊ വരച്ചിരിക്കുന്ന സ്ട്രിങ്ങിന്റെ ഡയറക്ഷൻ. മുകളിലോട്ട് എന്തുണ്ട്? ടി ഉണ്ട്. താഴത്തോട്ട് എന്തുണ്ട്? എം ജി കോസ് തീറ്റ ഉണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ടി മൈനസ് എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? ടി ഇങ്ങോട്ടാണെങ്കിൽ എം ജി കോസ് തീറ്റ താഴത്തേക്കാണ്. സോ ടെൻഷൻ ആണ് ഇവിടെ കൂടുതൽ, അതുകൊണ്ട് ഇങ്ങ് വലിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നത്. സോ ടെൻഷൻ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ടി മൈനസ് എം ജി കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Let's consider as equation number 1. Now consider the tangential force of the bob. ഇതിന് ടാൻജന്റ് ആയിട്ട്, ഇങ്ങോട്ട് ടാൻജന്റ് ആയിട്ട് വരുന്ന ഫോഴ്സ്, ദാറ്റ് ഏതാണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പറഞ്ഞ എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണെങ്കിൽ, ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണെങ്കിൽ, torque is equal to 1 of the force into perpendicular distance. അപ്പൊ എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എം ജി സൈൻ തീറ്റ, അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ. സോ എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ. ബട്ട് വി വാണ്ട് ടു ഗീവ് ദയർ ഇസ് എ നെഗറ്റീവ് സൈൻ. കാരണം എന്നാണ്? ഇത് അങ്ങ് പോയ ബോബ. അപ്പൊ ഇങ്ങ് വലിക്കുന്ന ഫോഴ്സോ, ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് the tangential force is a restoring force, or that is in the opposite direction of the applied force. This is opposite direction of the applied force. So we can give there is a negative sign. So our equation become minus mgl sin theta. That is the expression for the torque. Work torque is equal to 1 of the force into perpendicular distance. That is equation number 2. But by Newton's law of rotation, torque is equal to I into alpha. Alpha and alpha. That is equation number 3. Alpha and Karthi. Alpha. Alpha and Parane. Alpha and Karthi. Lakshmi alpha and Parana rotation the easily acceleration alpha. Or velocity of omega, angular velocity. So alpha is equal to omega by t. Linear motion lana idu velocity v ആയിരുന്നു, ഇത് acceleration a ആയിരുന്നു. Acceleration a equal to v by t. ഓർക്കുന്നുണ്ടോ?
The linear motion case is the rotational motion case. So tau is equal to I alpha. So now these two equations are equal. Random tauid equation. So combine, we can combine equation 2 equal to 3. Then we obtain I alpha is equal to minus mgl sin theta. Or alpha is equal to minus mgl sin theta divided by I. If theta is very small, we can write it as sin theta is approximately equal to theta. Cos theta very small ആണ്. Cos theta 0 ആയിട്ട് എഴുതാം. Sin theta very small ആണെങ്കിൽ sin theta is approximately equal to theta. Then that is equal to minus mgl theta by I. That is equal to alpha. This is the expression of this alpha value. From this equation, ഇവിടം വരെ എഴുതിയെടുക്കാവോ? ഞാൻ ഇവിടെ മുകളിലത്തെ കുറച്ച് മായ്ക്കുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം കയ്യിലുണ്ടാവണം. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടി ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ ബൈ ഐ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് ആൽഫ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നാണ് വേവ് ഇക്വേഷൻ എങ്കിൽ അതിന്റെ വെലോസിറ്റി കാണുമ്പോൾ എന്നാകും? മൈനസ് ഡെറിവേറ്റീവ് അല്ലേ, ഡി എക്സ് ബൈ ഡി ടി എന്നല്ലേ. പിന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ പിന്നെ വേണേൽ സ്മോൾ എ ആയിട്ട് എഴുതിയേക്കാം. സ്മോൾ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി. ഡെറിവേറ്റീവ് കോസ് തീറ്റ തന്നെ മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇനി അതിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഓർ ആൽഫ ആണ് ആക്സലറേഷൻ. ആൽഫ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ദിസ് വാല്യൂ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ എവിടെയുണ്ട്, ഒമേഗ എവിടെയുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു കമ്പൗണ്ട് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഒമേഗ ടി. അപ്പം ഇത് നമ്മളുടെ ആദ്യത്തെ വേവ് ഇക്വേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എടുക്കും. ഇവിടെ ഇൻ ടേംസ് ഓഫ് തീറ്റ ആയതുകൊണ്ട് ഇതിനെ മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ അവർ ന്യൂ ഇക്വേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. സോ we can equate these two equation. Minus omega square theta is equal to minus mgl theta by I. അവ രണ്ടു വശം തീറ്റ പോയി കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയറിന് നെഗറ്റീവും പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് ഏതാണ്? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി എൽ ബൈ ഐ. ഇതിനകത്ത് നമുക്ക് എന്നാന്ന് എഴുതാം? ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ. എല്ലാം സ്ക്വയർ റൂട്ടിനകത്താണ് കേട്ടോ. സോ ഇനി ഐ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റൊട്ടേഷണൽ മോഷൻ ആണ്. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ. ഇവിടെ എൽ ആണ് ലെങ്ത് എങ്കിൽ നമുക്ക് എം എൽ സ്ക്വയറിന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എം ജി എൽ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ. എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാം, എമ്മും എമ്മും ക്യാൻസൽ ചെയ്യാം. സോ വി ഒബ്റ്റെയിൻ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
G/L. അവിടം വരെ എഴുതാവോ? ഇത് നമ്മൾ ഇന്ന് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, അതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ തീറ്റ വന്നത്. ഇനി സൈൻ ടിയുടെ കൂടെ ഏതെങ്കിലും ടേം ഉണ്ടെങ്കിൽ അതിനെ പുറത്തിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ. ഇവിടെ വന്നപ്പോൾ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റ ആയി, ഒരു ഒമേഗ ഇതിനകത്തോട് വരുമ്പോൾ 2 ഒമേഗയുടെ ഗുണിച്ച് ഒമേഗ സ്ക്വയർ. കാർത്തി മനസ്സിലായോ? കഴിഞ്ഞു. അതൊന്നോട് പറയാവോ? ഇതാണോ അതോ ഇതോ? ഏതെന്ന് പറ. മറ്റേത്. ഇതാ ഡെറിവേറ്റീവ് അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ വാല്യൂ വരെയും ഇതിനകത്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ വരെയും ചെയ്യാനുള്ള അറിയാലോ. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് G/L എന്ന് കിട്ടിയോ? എഴുതിയെടുത്തോ? അവിടം വരെ എഴുതിയെടുത്തോ? ഇത് ഞാൻ വേറെ പറഞ്ഞു തരാൻ പോവും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിവിടം വരെ എഴുതി വന്നോ? ലക്ഷ്മിയോട് എഴുതട്ടെ. എഴുതി കഴിയാൻ പറയട്ടെ, എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ പ്രോബ്ലം. സോ ഇതല്ലേ പറഞ്ഞു തരേണ്ടത്? That means these things. ഈ കോളത്തിലെ അല്ലേ? ഈ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് G/L എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അവിടെ അങ്ങനെ നോട്ടെ, ബാക്കി മുഴുവൻ വായിക്കും കേട്ടോ. നോക്കുക, വേവ് ഇക്വേഷൻ എടുത്ത് ഞാൻ. ഓക്കെ, കേൾക്കാലോ? വേവ് ഇക്വേഷൻ ഇപ്പം എക്സ് ഈക്വൽ ടു, വേവ് ഇക്വേഷൻ എന്നാ? കോസും എഴുതാം സൈനും എഴുതാം. ഞാൻ എ കോസ് ഒമേഗ ടി എന്ന് എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാണ്? ഈ ഡിസ്റ്റൻസിന്റെ അല്ലെ ഇതിന്റെ ടൈം ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് dx/dt. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സ് എ കോസ് ഒമേഗ ടി. ഓക്കെ, എ കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു d/dt ഓഫ് കോസ് ഒമേഗ ടി. ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യം. ഇത് ഇപ്പം d/dt ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. ഇവിടെ ടിയുടെ ടേമിലാണ് കിടക്കുന്നത്, നമുക്ക് സൈൻ തീറ്റയ്ക്ക് വരെ ടി എന്ന് തന്നെ എഴുതാം. സൈൻ ടി ആണെങ്കിൽ അതിന്റെ വാല്യൂ കോസ് ടി. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് വെക്കുക. d/dt ഓഫ് സൈൻ ഒമേഗ ടി ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് ഒമേഗ ടി. മനസ്സിലായോ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ ആവും. ഇനി d/dt ഓഫ് കോസ് ടി ആണെങ്കിൽ മൈനസ് സൈൻ ടി. കോസിന്റെ എടുക്കുമ്പോൾ മൈനസ് സൈൻ ഡെറിവേറ്റീവ്. d/dt ഓഫ് കോസ് ഒമേഗ ടി ആണെങ്കിൽ മൈനസ് കോൺസ്റ്റന്റ് പുറത്തിടണം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് എന്നാ? ഇത് d/dt ഓഫ് കോസ് ഒമേഗ ടി. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താവും? വെരി ഗുഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. മൈനസ് ആദ്യം കൊടുന്നുള്ളൂ, മൈനസ് എ ഒമേഗ കോസ് ഒമേഗ ടി. അപ്പൊ വെലോസിറ്റി കിട്ടി. ആംഗുലർ വെലോസിറ്റി ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒമേഗ എന്ന് കൊടുക്കാം. വെലോസിറ്റി കിട്ടി.
ഇനി വെലോസിറ്റി കിട്ടിയ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? dv/dt അല്ലേ? വെലോസിറ്റി ബൈ ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് ഇതാ ഇപ്പൊ കിട്ടിയേക്കുന്ന വെലോസിറ്റി മൈനസ് എ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. അല്ലല്ലോടോ, ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എ ഒമേഗ കോസ് ഒമേഗ ടിയുടെ മൈനസ് എ ഒമേഗ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി അല്ലേ, ഇവിടെ സൈൻ ആട്ടെ. മനസ്സിലായോ? എഴുതിയപ്പം വീണ്ടും കോസ് ഒമേഗ സൈൻ ഒമേഗ ടി, ഇതും സൈൻ ഒമേഗ ടി. ഇത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടൈം എത്രയാവും? സൈൻ ഒമേഗ ടി. ഇനി ഡെറിവേറ്റീവ് എ മൈനസും എയും ഒമേഗയും പുറത്തിട്ടു d/dt ഓഫ് സൈൻ ഒമേഗ ടി. ഡെറിവേറ്റീവ് സൈൻ ഒമേഗ ടി എന്നാണ്? ഡെറിവേറ്റീവ് സൈൻ ടി ആണ് കോസ് ടി. ഡെറിവേറ്റീവ് സൈൻ ഒമേഗ ഉണ്ട്, ഒമേഗ പുറത്തിടണം ഇൻറ്റു കോസ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി. ശരിയല്ലേ? അതിനെ മൈനസ് എ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം അല്ലേ? അതിനെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. എ കോസ് ഒമേഗ ടി അല്ലേ നമ്മൾ തുടങ്ങിയ സാധനം? ഇവിടെയും എ കോസ് സൈൻ ഒമേഗ ടി ഉണ്ടാകുക. അപ്പൊ ഇവിടെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എത്രയാണ്? അതിനെ ഇപ്പം എക്സ് ആണെങ്കിൽ എക്സ് നേട്ടം. ഇവിടെ നമ്മൾ ഇതിന് തീറ്റ എന്ന പേര് കൊടുത്തെന്നിരിക്കട്ടെ. മനസ്സിലായി? റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് അപ്പൊ ഇതിന് തീറ്റ എന്ന് കൊടുത്താൽ ഇവിടെ എന്നാ വരും? ഇവിടെ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഇതല്ലേ ഞാൻ എഴുതി തന്നെ നോക്കിയേ. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. പിന്നത്തെ ആൽഫ എന്നായിരുന്നു? ആൽഫ ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ ബൈ ഐ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. ഐക്ക് പകരം എം എൽ സ്ക്വയർ കൊടുത്തു. ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ എന്തായി? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇപ്പൊ നമുക്ക് ഒമേഗയുടെ വാല്യൂ റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടി. അവിടം വരെ ആയി നിൽക്കണേ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗയുടെ വാല്യൂ എന്നാണ്? 2π ന്യൂ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇനി ന്യൂ എന്ന് പറഞ്ഞ ടൈം പീരിയഡ് കണ്ടുപിടിക്കാം. ന്യൂ ഈക്വൽ ടു 1/t ആണ്. സോ 2π ഇൻറ്റു 1/t is equal to root of g by L, or 1/t is equal to ഇവിടെ വരുമ്പോൾ ഡിനോമിനേറ്റർ 1/2π root of g by L. ഇത് 1/t ആണ്. അപ്പൊ t കാണാൻ റെസിപ്രോക്കൽ എടുക്കണം. 2π root of L by g. This is the time period of a simple pendulum. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചോദ്യം, അല്ലെ സിമ്പിൾ പെൻഡുലം ഹാർമോണിക് മോഷൻ ഏതാണ്, അതിൻ്റെ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലായിട്ട് വന്നിട്ട് അതിൻ്റെ ഇത് ചോദിക്കാം. ഡെറിവേഷൻ കൃത്യമായില്ലേ? കാർത്തി മനസ്സിലായില്ലേ? ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂ കൊടുക്കുക, 1/t കൊടുക്കുക, ടീനെ റെസിപ്രോക്കൽ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 1. A simple harmonic motion is represented as x equal to a cos omega t. Obtain the expression for
velocity and acceleration of the object and hence prove that the acceleration is directly proportional to the displacement. The acceleration is directly proportional to the displacement. Question number 2. Which one of the following is the relationship between acceleration A and displacement x? Displacement x. അതിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 A is equal to 0.7x, B equal to A equal to 0.7x, B ക്കകത്ത് A equal to minus 200x square, option C A equal to minus 10x, option D A equal to 100x square. Question വായിച്ചേ. കാർത്തി കണ്ടോ ചോദ്യം ചോദിച്ചത് പരീക്ഷയ്ക്ക്? ഒന്നാമത്തെ പാർട്ട് ചെയ്യാവോ? ഇതിപ്പം എക്സ് ഈക്വൽ ടു എ കോസൊമേഗാറ്റിന്നോ എ സൈനൊമേഗാറ്റിന്നോ എങ്ങനെ കണ്ടാലും ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ചെയ്ത് കാണിക്കാം. ആൻസർ 1. എക്സ് തന്നിരിക്കുന്നു, എ കോസൊമേഗാറ്റി. അപ്പൊ ആക്സലറേഷൻ കണ്ടുപിടിക്കണേ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. That is equal to d by dt of a into cos omega t. That is equal to a into d by dt of cos omega t. Cos omega t യുടെ ഡെറിവേറ്റീവ് എത്രയാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞേ? പറ. a into പറ, അല്ല ശരിയാവൂല. മൈനസ് ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പം മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ. ഒരുമിച്ച് എഴുതാം, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ. ഇതാണ് ആ ഐഡിയ. വളരെ എളുപ്പമാണ്. ഇനി ആക്സലറേഷൻ ആൽഫ ഇവിടെ എ എന്ന് പറഞ്ഞേക്കുന്നല്ലേ. അപ്പൊ എ കണ്ടുപിടിക്കാൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. That is equal to minus a omega d by dt of sin omega t. Now, barney derivative of sin omega t. Omega cos omega t. Very good. Omega into cos omega t. Apam minus a into omega square cos omega t. A cos omega t എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. എക്സ് അല്ലേ എ കോസ് ഒമേഗ ടി?
അപ്പൊ എങ്ങനെ എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇത്രയായില്ലേ? എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇതാണ് മുമ്പേ എഴുതുന്ന ആൽഫയുടെ ഇക്വേഷൻ. ഓ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. എക്സ് എന്ന് പ്രൂവ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നെ പ്ലസ് എക്സ് എന്ന് എഴുതാം, അല്ലെ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. കണ്ടോ ഒന്നാമത്തെ ഉത്തരം? ഞാൻ മൈനസ് എക്സ് എഴുതാൻ കാരണം രണ്ടാമത്തെ ഉത്തരം അതിനകത്ത് നിന്ന് തെളിയിക്കാം. ഇപ്പൊ എക്സ് ആയിരിക്കും എയുടെ പ്രപ്പോർഷണാലിറ്റി. എക്സ് സ്ക്വയർ വരുവോ? ഇതും വരികയില്ല, ഇതും വരികയില്ല. ഇനി പ്ലസ് 0.7x വരും, മൈനസ് 10x വരും. ഇത് ഏതേ വരുവുള്ളൂ? വെരി ഗുഡ്. മനസ്സിലായോ ചോദ്യം വന്നത് ഇതിനകത്ത് എങ്ങനെയാന്ന്? മൈനസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ മൈനസ് ഓഫ് നമ്മളുടെ തന്നിരിക്കുന്നതിന്റെ എക്സ് മൈനസ് 10x. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഒന്നും വെച്ച് പഠിക്കേണ്ടത് എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. കണ്ടോ? ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതോടെ ഇട്ട് ഗുണിച്ചോണം. ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇപ്പൊ എളുപ്പമായില്ലേ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ദേ കോസ് തീറ്റ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൂടെ ഉള്ളത് കൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി തീറ്റ തന്നെയാണ്. ഡി ബൈ ഡി ടി ഓഫ് ടി തന്നെയാണെങ്കിൽ ചുമ്മാ കോസ് ഒമേഗ. ഒമേഗ ഉള്ളത് കൊണ്ട് ഒമേഗ പുറത്തെടുക്കും. ഇത് പോരെ പഠിക്കാൻ? ഡെറിവേറ്റീവ് സൈൻ ആണെ കോസ് ആയിരിക്കും, കോസ് ആണെ മൈനസ് സൈൻ. അതോടെ എഴുതിയ ഒരു കോളത്തിൽ ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചിട്ട് ലക്ഷ്മി, എ എന്തുകൊണ്ടാണ് മൈനസ് 10 ആയത്? പ്ലസ് വരാതെ അങ്ങനെ ചോദിക്കാൻ ചോദ്യം. ഈ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വന്നത്? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇതിവിടുന്ന് ഇങ്ങോട്ട് ആട്ടി വിട്ട്, അപ്പൊ എക്സ് അങ്ങോട്ടാ പോണേ. പക്ഷെ എന്നാലും ആക്സലറേഷൻ ടെൻഡൻസി എന്നാണ്? ഈ ഇക്വലിബ്രിയം പൊസിഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഇൻ എ സിമ്പിൾ പെൻഡുലം ദ ആക്സലറേഷൻ ഈസ് directed towards the equilibrium position. That is, acceleration is in the opposite direction of displacement. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അത് നല്ലൊരു ചോദ്യമാണ്. So there is one more question. Question number 3. Define simple harmonic motion. ഒന്നിന്റെ എ പാർട്ട്. Define SHM. ഇത്രേ ഉള്ളൂ ഒരു മാർക്ക്. B 4A SHM time period equal to 2 seconds. If the displacement from the main position is 10 centimeter. Calculate the instantaneous acceleration. Option C, graph വരയ്ക്കണം. Graphically show
the variation of kinetic energy of the simple pendulum. ആൻസർ അറിയാവോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഡിഫൈൻ ചെയ്യാവോ കാർത്തി? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ, മുമ്പോട്ടും പുറകോട്ടും, in which the acceleration is directed towards the equilibrium position. എന്നിട്ട് ഇക്വേഷനോട് എങ്ങനെ എഴുതിയത് കേട്ടോ? We can write as the displacement x is equal to, or x of t is equal to a cos omega t, വേണമെങ്കിൽ ഫൈ ഉണ്ടെങ്കിൽ പ്ലസ് ഫൈ, എഴുതിയ ഫുൾ മാർക്ക്. ഇനി ബി, ടൈം പീരിയഡ് 2 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് 10 ആണെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ആക്സലറേഷന്റെ ഇക്വേഷൻ എന്നാ നമ്മളിപ്പോൾ പഠിച്ചേ? ആൽഫ അല്ലെ എ എന്ന് പറഞ്ഞത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈ ന്യൂ അല്ലേ? മൈനസ് ഓഫ് 2 പൈ ന്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ന്യൂ ഈക്വൽ ടു 1 ബൈ ടി, 2 പൈ ബൈ ടി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. കണ്ടോ ഇപ്പൊ എല്ലാ ടൈമും ആയില്ലേ? മൈനസ് 2 ഇൻറ്റു 3.14 ഡിവൈഡ് ബൈ ടി എത്രയാന്ന് പറഞ്ഞേ? 2 സെക്കൻഡ്. 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് എത്രയാണ്? 10. That is equal to minus of 4 ഇൻറ്റു 9, 9 പോയിന്റ് സംതിങ് ഡിവൈഡ് ബൈ 4, ഇതും 24 ഇൻറ്റു 10 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ എനിക്ക് തോന്നണു ഇപ്പൊ 9.86 ഒക്കെ ആയിരിക്കും. 9.86 ആയിരിക്കും. അപ്പം 98 മൈനസ് 98 പോയിന്റ് 10 ഗുണിച്ച് ചെയ്യുമ്പോൾ 6 വരും. അത്രയും സെന്റിമീറ്റർ. അതിനെ മീറ്റർ ആയി കഴിഞ്ഞാൽ മൈനസ് 0.2 ഡെസിമൽ അങ്ങ് മാറ്റണം, 100 കൊണ്ട് കഴിയും. മൈനസ് 0.986 മീറ്റർ. മനസ്സിലായോ ചെയ്യുന്നത്? നമ്മളവർക്ക് ഇതിനകത്ത് ചെയ്യാനൊന്നും തന്നിട്ടില്ലല്ലോ. ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ, ഒമേഗ ഈക്വൽ ടു 2 പൈ, ന്യൂ ഈക്വൽ ടു 1 ബൈ ടി. കാർത്തി എന്തോ കിട്ടിയോ? ആ Then graphically show the variation of kinetic energy. സിമ്പിൾ പെൻഡലത്തിന്റെ കൈനറ്റിക് എനർജി ഗ്രാഫ് വൃത്തിയായിട്ട് വരച്ചുതരാം. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. അത് കുറച്ച് കഴിഞ്ഞപ്പം ആടി ഇവിടം വരെയും ചെല്ലും, ഇങ്ങോട്ട് ഇവിടം വരെ ആടി ഇവിടം വരെ. സോ here it is the equilibrium position. Here this is the bob. Here this is the bob. ഇതിനെ ചോദിച്ചാൽ കൈനറ്റിക് എനർജി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന എനർജിയുടെ ഗ്രാഫ് വരയ്ക്കണം, വൈ ആക്സിസ്. അപ്പൊ നമുക്ക് ഇവിടെ 0 ആയിട്ട് തുടങ്ങാം. വൈ ആക്സിൽ നമുക്ക് എക്സ് ആക്സിൽ ടൈമും കൊടുക്കാം. ഇത് ടൈം, ഇത് എനർജി. ഇപ്പൊ കൈനറ്റിക് എനർജി വരയ്ക്കാൻ പോകും. അപ്പൊ നമുക്ക് ഇതിന് മൂന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇത് ഇനിഷ്യൽ പൊസിഷൻ, ഇത് ഈ പൊസിഷൻ, ഇത് ഈ പൊസിഷൻ. ഇനി ഈ പോയിന്റില് കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയാ കാർത്തി? ഈ പോയിന്റില് എത്രയാ? ആടി ഇവിടെ വന്ന് നിന്നാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാ?
0. ആ എവിടെ നിന്ന് തുടങ്ങണം? 0. ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? എവിടെയാണ് ഒരു മാക്സിമം വാല്യൂ എങ്കിൽ ആ മാക്സിമം വാല്യൂ ഇവിടെ വരുമ്പോൾ എത്രയാവും? വീണ്ടും 0. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ഉണ്ടോ? So this line is the representation of graph of kinetic energy. ഇനി പരീക്ഷയ്ക്ക് പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാലോ? ഹൈറ്റ് കൂടിയെടുത്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. അപ്പൊ ഈ മാക്സിമം നിൽക്കുന്നതിന് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചേക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മാക്സിമം ആവും. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്രയാവും? 0 ആവും. ഇവിടെ വീണ്ടും മാക്സിമം. സോ ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് പരാബോള. ഇനി ഇവിടെ മാക്സിമം ആയപ്പം ഇത് 0 ആയി. ഇവിടെ ഇത് 0 ആയപ്പോൾ ഇത് മാക്സിമം ആയി. എപ്പോഴും ടോട്ടൽ എനർജിയുടെ കർവ് ആയിരിക്കും ഈ ലൈൻ. ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. രണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കും. ഈ ബ്രൗൺ കളർ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ. ഇറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എനർജിയാണ്. ഈ ആക്സിസിൽ എനർജി വേഴ്സസ് ടൈം ഓർ എനർജി വേഴ്സസ് പൊസിഷൻ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും അല്ലെ? പൊസിഷൻ ഇങ്ങോട്ട് മാറുന്ന. സോ എനർജി പൊസിഷൻ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും നോർത്തിരുന്നാൽ മതി. ഈ പോയിന്റിൽ ആദ്യം മാക്സിമം സ്പീഡിൽ പോകും. ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയി. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഏറ്റവും മുകളിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. കൈനറ്റിക് എനർജി മാക്സിമം ഇവിടെ ആയതുകൊണ്ട് 0 മാക്സിമം.